Cambridge English 365 days. 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് വിത്ത് ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ കാണാൻ സാധിക്കും സ്ക്രീനിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈക്ക് ഉപയോഗിച്ച് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. വാട്ട്സ് ഹി ലൈക്ക്? What does he look like? What does he like doing? 3 ക്വസ്റ്റ്യൻസിനും 3 ഡിഫറെൻറ്റ് മീനിങ് ആണുള്ളത്. ഇപ്പോൾ വീഡിയോ ഫുള്ള് കാണണം, കൃത്യമായി മനസ്സിലാക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 5 സെക്കൻഡ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഫോണിലൂടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇത് വെച്ച് നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട്സ് ഹി ലൈക്ക് എവിടെ ഉപയോഗിക്കാം എന്നാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഉപയോഗിക്കുന്നത്. അതായത് when we want to find out about someone's personality or their permanent nature, we use what's he like. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി, ഏതുതരം സ്വഭാവക്കാരനാണ്, ഏതുതരം പ്രകൃതമാണ് അവർക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പെർമനന്റ് നേച്ചർ ഓർ സമ്മൺസ് പേഴ്സണാലിറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. വാട്ട്സ് ഹി ലൈക്ക്? അവൻ എത്രക്കാരനാണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. അവൻ ഭയങ്കര സീരിയസ് ആണ്, അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനുള്ള ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ അത്തരം ആൻസേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ചോദ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഓക്സിലറി വെർബ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഷീ, ഹി, അങ്ങനെ ഇറ്റ്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് എന്ന ഓക്സിലറി. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ യു, ദേ, വി, അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആർ എന്ന ഓക്സിലറി. ഐ എന്നതിന് ഉപയോഗിക്കേണ്ട ഓക്സിലറി ആം ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് വായിച്ചു നോക്കാം. ഈ ഒരു ചാർട്ട് ഉപയോഗിച്ച് നമുക്കത് കൃത്യമായി പഠിക്കാൻ സാധിക്കും. വാട്ട് ഷി ലൈക്ക്, അപ്പോൾ വാട്ട് ഈസ് ഷി ലൈക്ക് എന്നല്ല ചോദിക്കേണ്ടത്. വാട്ട് ഈസ് ഷീ, വാട്ട് ഷി ലൈക്ക്, അവൾ എത്രക്കാരിയാണ്. വാട്ട്സ് ഹി ലൈക്ക്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ട്സ് ഹി ലൈക്ക്, അവൻ എത്രക്കാരനാണ്. വാട്ട് ആർ യു ലൈക്ക്, വാട്ട് ആർ യു ലൈക്ക് എന്നത് ഫാസ്റ്റായി വാട്ട് യു ലൈക്ക് ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. വാട്ട് ആർ ദി ലൈക്ക്, വാട്ട് ആർ വി ലൈക്ക്, വാട്ട് ആം ഐ ലൈക്ക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്ന പോലെയൊക്കെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നമ്മളൊരു കാരണവശാലും വാട്ട് ഈസ് ഷീ ലൈക്ക് എന്ന് കേൾക്കില്ല, വാട്ട് ഷീ ലൈക്ക് എന്നേ കേൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സെൻറ്റൻസുകളുടെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം. ഷീ ഈസ് ഫ്രണ്ട്ലി, വാട്ട് ഷീ ലൈക്ക്, അവൾ എത്രക്കാരിയാണ്. ഷീ ഈസ് ഫ്രണ്ട്ലി, ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. ഇനി അടുത്ത സെൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഹി ഈസ് ഗ്രംപി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രംപി എന്നാൽ ബാഡ് ടെമ്പേർഡ് എന്നാണ് അർത്ഥം, പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്നർത്ഥം. അപ്പോൾ ഹി ഈസ് ബാഡ് ടെമ്പേർഡ്, ഹി ഈസ് ഗ്രംപി, ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും സെയിം മീനിങ് ആണ്. അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കാം. സബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി സെലക്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. സോ വാട്ട് ഷി ലൈക്ക്, ഷീ ഈസ് വെരി സീരിയസ്. വാട്ട് ഷി ലൈക്ക്, അവൾ എത്രക്കാരിയാണ്, അവൾ വളരെ സീരിയസ് ആണ്. അപ്പോൾ അവൾ എന്നാക്കുമ്പോൾ നമ്മളിവിടെ ഷീ ആക്കണം. ഇതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു ഷീ എന്ന് ഉപയോഗിച്ച് നമുക്കിതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഷീ ഈസ് ഫ്രണ്ട്ലി, ഷീ ഈസ് ഗ്രംപി, ഷീ ഈസ് വെരി സീരിയസ്. ഹി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഹി ഈസ് ഫ്രണ്ട്ലി, ഹി ഈസ് ഗ്രംപി, ഹി ഈസ് വെരി സീരിയസ്. ഇങ്ങനെ എല്ലാ സബ്ജക്ട്സും വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ലെവൽ വീഡിയോ ആണ്. പക്ഷേ
ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമ്മളിതിൽ വരുന്നുണ്ട്. 3 ടൈപ്പ് ലൈക്ക് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിച്ചത് വാട്ട്സ് ഹി ലൈക്ക് എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് ഹി ലൈക്ക്, വാട്ട്സ് ഹി ലൈക്ക്. പക്ഷേ ഇവിടെ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഒരാളെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ താഴെ കാണുന്നത്. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, എങ്ങനെയാണ് അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് സംവൺസ് ഫിസിക്കൽ അപ്പിയറൻസ് we can ask what does he look like, അവനെ കണ്ടാൽ എങ്ങനെയിരിക്കും എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുണ്ട് അവൻ്റെ എന്നാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ കാണാൻ സാധിക്കും, അതുപോലെ ആൻസർ ഈ സെക്ഷനിൽ കാണാൻ സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്, കണ്ടാൽ അവളെ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്, അപ്പോൾ ഡസും ഷീയും അടുത്തിരിക്കണം. ഓക്കെ, അവിടെ ഗ്യാപ്പ് പാടില്ല. വാട്ട് ഡസ് ഷീ, വാട്ട് ഡസ് ഷീ, വാട്ട് ഡസ് ഷീ ലുക്ക് ലൈക്ക്, അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്. വാട്ട് ഡു ഐ ലുക്ക് ലൈക്ക്, എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്. വാട്ട് ഡു ഐ ലുക്ക് ലൈക്ക്. വാട്ട് ഡു യു ലുക്ക് ലൈക്ക്, നിന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്. ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു ലുക്ക് ലൈക്ക്. വാട്ട് ഡു ദ ലുക്ക് ലൈക്ക്, അവരെ കണ്ടാൽ എങ്ങനെയുണ്ട്. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വർക്ക്ഷോപ്പ് ഉപയോഗിക്കണം. ഇപ്പോൾ ഡൂഡസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ വീഡിയോസ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആൻസേഴ്സ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ബുക്കിൽ വേണ്ടുവോളം സെൻറ്റൻസുകൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം നമ്മൾ ബുക്ക് വെച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പേജ് നമ്പർ ഞാൻ പറയാം. നമ്മുടെ ബുക്കിൽ 2 സെക്ഷൻസ് ഉണ്ട്. അഡ്വാൻസ് സെക്ഷനും ഉണ്ട്, ബേസിക് ലെവൽ സെക്ഷനും ഉണ്ട്. അഡ്വാൻസ് ലെവൽ സെക്ഷനിൽ പേജ് നമ്പർ 12 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. കുറേ സെൻറ്റൻസുകൾ കാണാൻ സാധിക്കും. തിയറി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഷീ ഈസ് ടോൾ ആൻഡ് ഗുഡ് ലുക്കിംഗ്, അവൾ നല്ല ഉയരമുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ള ആളുമാണ്. ഗുഡ് ലുക്കിംഗ് അഡ്ജക്റ്റീവ് ആണ് ഇതെല്ലാം. ടോൾ, ഗുഡ് ലുക്കിംഗ് ഇതൊക്കെ അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്ത സെൻസ് നമുക്ക് വായിക്കാം. ഹീസ് ഗോട്ട് ഗ്രീൻ ഐസ്. ഹീസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗോട്ട് എന്നല്ല, ഹി ഹാസ് ഗോട്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഹി ഈസ് ആണോ ഹി ഹാസ് ആണോ എന്ന്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് ശേഷം വരുന്ന വാക്ക് നോക്കണം. ഇപ്പോൾ ഇവിടെ ഗോട്ട് എന്നത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട് വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹാസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് ഈസ് ആണെങ്കിൽ നമ്മളിവിടെ വരേണ്ടത് ഹി ഈസ് ഗെറ്റിംഗ്, ഇവിടെ വെർബിൻ്റെ ING ഫോം ആണ് വരേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആണ്. വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹിസ് ഗോട്ട്, ഹിസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ I've got എങ്ങനെ ഉപയോഗിക്കാമെന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ട് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വരണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം മീനിങ് ആണ്. ഹി ഹാസ് ഗ്രീൻ ഐസ്, ഹീസ് ഗോട്ട് ഗ്രീൻ ഐസ് സെയിം മീനിങ് ആണ്. അതൊക്കെ ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാംബ്രിഡ്ജ് ബുക്ക് ഞങ്ങളിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പേജ് നമ്പർ പറയാം, ആ പേജ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യൂണിറ്റ് 9 ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 25 ചാപ്റ്റേഴ്സ് ബുക്ക് മേടിച്ച ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് 25 ചാപ്റ്റേഴ്സ് ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിക്കുക. കാരണം ആ ബുക്ക് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ 25 ചാപ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അഡ്വാൻസ് ക്ലാസ്സുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നിർബന്ധമായും യൂണിറ്റ് 9 ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഹിസ് ഗോട്ട് ഗ്രീൻ ഐസ്, അവന് ഗ്രീൻ നിറമുള്ള കണ്ണുകളാണ് ഉള്ളത് എന്ന് നമ്മൾ ആൻസർ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, അവൻ്റെ കണ്ടാൽ എങ്ങനെയിരിക്കും. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്, അവനെ കണ്ടാൽ എങ്ങനെയിരിക്കും എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷണം എന്ന രീതിയിൽ ഓരോന്നോരോന്ന് പറയാണ്. ഹീസ് ഗോട്ട് ഗ്രീൻ ഐസ്, ഹീ ഈസ് വെരി ടോൾ, ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് വായിക്കാം. They are both blonde.
ബ്ലോണ്ട് എന്ന് പറഞ്ഞാൽ പെയിൽ ഗോൾഡ് ഇൻ കളർ, അതായത് സ്വർണ്ണ നിറമുള്ള തലമുടിയുള്ളവൻ എന്നാണ് അർത്ഥം. ദേ ആർ ബോത്ത് ബ്ലോണ്ട്, സ്വർണ്ണ നിറമുള്ള തലമുടിയുള്ള വ്യക്തികളാണ് അവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ബോത്ത് ബ്ലോണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ലൈക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വാട്ട് ഡസ് ഹി ലൈക്ക് ഡൂയിങ്? അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. പഴയ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുക, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വീഡിയോസ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ വീഡിയോസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും. ഏത് ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യണം, പേജ് നമ്പർ എത്ര, എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്തവർ നിങ്ങൾ ചെയ്യേണ്ടത് 550 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയും. ഇതിന് ശേഷമാണ് ഈ ചോദ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ആ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്കിപ്പ് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അയൽസ് പോലുള്ള ഇൻ്റർനാഷണൽ എക്സാംസ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡിഡ്, ഹാവ്, വുഡ്, കുഡ് ഇങ്ങനെയുള്ള ഓക്സിവേർബ്സും മോഡൽ ഓക്സിവേർബ്സും കുറേ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ആവും, ഏത് എവിടെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിലുള്ളൊരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ പല സ്റ്റുഡൻസും പല റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിത് കൃത്യം ഓർഡറിൽ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബുക്സ് ഞങ്ങളിൽ നിന്ന് വാങ്ങുക. അതിനാകെ നിങ്ങൾക്ക് ചിലവ് വരിക 550 രൂപ മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്കും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 82815556 എന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, ഉടനടി വിളിക്കൂ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച് പഠിക്കണം. അപ്പം അതിന് നല്ല സെൻറ്റൻസുകൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കണം. സ്വരം കുറച്ചല്ല, ഉറക്കെ പറഞ്ഞു പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബുക്സുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കിലുള്ള സെൻറ്റൻസുകൾ ഓരോന്നും പറഞ്ഞു പഠിക്കണം. കാരണം ഇപ്പോൾ ഈ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഗ്രാമർ ഐഡിയ. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, വെറുതെ വീഡിയോ കണ്ടുപോയാൽ പോരാ, നിങ്ങൾ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം, ഉറക്കെ പറയണം, നിർബന്ധമാണത്. മലയാളം സംസാരിച്ചാണ് മലയാളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കൂട്ടിയെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാനും നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10-300 ടോപ്പിക്സ് ഒന്നും നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല, നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ സാധിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം. 82815556 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ടു ആസ്ക് അബൌട്ട് someone's hobbies or interests, we can say, what does he like doing? അപ്പോൾ ഒരു വ്യക്തിയുടെ ഹോബീസും അല്ലെങ്കിൽ ഇൻട്രസ്റ്റും
ചോദിച്ച് മനസ്സിലാക്കാൻ, അവന് എന്ത് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുക. വാട്ട് ഡസ് ഹി ലൈക്ക് ഡൂയിങ്? അവൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അവൻ്റെ ഹോബീസ് എന്താണ്? അവൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്? ഇതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഈ സെക്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനാണ്. ഇത് നമുക്ക് ആൻസേഴ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്ജക്റ്റിനനുസരിച്ച് വർക്ക്ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഓൾറെഡി പറഞ്ഞതാണ്. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഡസും, പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഐയും യുവുമാണ്. അപ്പോൾ ഐയും യുവും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു എന്ന വർക്ക്ഷോപ്പാണ്. വാട്ട് ഡസ് ഹി ലൈക്ക് ഡൂയിങ്? അവൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? വാട്ട് ഡസ് ഷി ലൈക്ക് ഡൂയിങ്? വാട്ട് ഡസ് ഷി ലൈക്ക് ഡൂയിങ്? അവൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? സബ്ജക്റ്റ് ഹി ആക്കുമ്പോൾ വാട്ട് ഡസ് ഹി ലൈക്ക് ഡൂയിങ്? അവൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? സബ്ജക്റ്റ് ഐ ആക്കുമ്പോൾ വാട്ട് ഡു ഐ ലൈക്ക് ഡൂയിങ്? വാട്ട് ഡു ഐ ലൈക്ക് ഡൂയിങ്? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇനി യു ആക്കുമ്പോൾ വാട്ട് ഡു യു ലൈക്ക് ഡൂയിങ്? നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? വാട്ട് ഡു ദേ ലൈക്ക് ഡൂയിങ്? അവർക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണ്. വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ ആയിട്ട് പറയാണ് ഷീ ലൈക്സ്. ഷീ ആണെങ്കിൽ ഷീ ലൈക്സ്, ഹി ആണെങ്കിൽ ഹി ലൈക്സ്, ദേ ആണെങ്കിൽ ദേ ലൈക്ക്, വി ലൈക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. 25 ചാപ്റ്റേഴ്സ് വേഗത്തിൽ പഠിച്ചു തീർക്കുക. അതിൽ വരുന്നുണ്ട് ഇതെല്ലാം. ഷീ ലൈക്ക് സ്പോർട്സ്. അവൾക്ക് സ്പോർട്സ് ഇഷ്ടമാണ്. അത് ഹി ആണെങ്കിൽ ഹി ലൈക്ക് സ്പോർട്സ്, അവന് സ്പോർട്സ് ഇഷ്ടമാണ്. ദേ ആണെങ്കിൽ ദേ ലൈക്ക് സ്പോർട്സ്, അവിടെ ലൈക്കാണ് ഉപയോഗിക്കേണ്ടത്. ദേ ലൈക്ക് സ്പോർട്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ബുക്ക് വെച്ച് വേഗം പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കോ. അപ്പം നമ്മുടെ എയിം തന്നെ ഈ ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എയിം തന്നെ പുതിയ പുതിയ വൊക്കാബുലറി പഠിക്കുക, അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതുപോലെ കുറേ സാമ്പിൾ സെൻറ്റൻസസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഈ 2 എണ്ണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഹീസ് ഇൻ ടു കമ്പ്യൂട്ടേഴ്സ്. ഹീസ് ഇൻ ടു കമ്പ്യൂട്ടേഴ്സ് എന്നാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ അവന് കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര താല്പര്യമാണെന്ന് അർത്ഥം. ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് അർത്ഥം. നമുക്ക് ഡിക്ഷണറി വെച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓ കണ്ടോ, ബി ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്, STH എന്ന് പറഞ്ഞാൽ സംതിങ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഹീസ് ഇൻ ടു സർഫിങ്. ഹീസ് ഇൻ ടു സർഫിങ് എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ സർഫിങ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓരോ വാക്കുകൾ കാണുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുക. അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സെയിലിങ്ങും സ്വിമ്മിങ്ങും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവിടെ ലവ് എന്ന വെർബാണ് ഉപയോഗിക്കുക. ലവ്സ് അല്ല വെക്കേണ്ടത്, ലവ് ആണ്. They love sailing and swimming. They like sailing. അപ്പോൾ സെയിലിംഗ് അവർക്ക് ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ള 3 തരം ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട്സ് ഹി ലൈക്ക്? അവൻ ഏതുതരം സ്വഭാവക്കാരനാണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. വാട്ട് ഡസ് ഹി ലുക്ക് ലൈക്ക്? അവനെ കണ്ടാൽ എങ്ങനെയുണ്ട് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. വാട്ട് ഡസ് ഹി ലൈക്ക് ഡൂയിങ്? അവൻ എന്ത് ചെയ്യാനാണ് താല്പര്യം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത് ബുക്സ് ഒക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബുക്കിൽ വേണ്ടുവോളം സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൊക്കാബുലറി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഗ്രാമർ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.